ഇപ്പം ചിലവർക്ക് ചില ചാപ്റ്റേഴ്സ് കുറച്ച് ഗ്രിപ്പ് കുറവായിരിക്കും. നെയിംഡ് റിയാക്ഷൻ ആയിരിക്കും മിക്കതും നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ വരും. വീക്കിലി എക്സാം മാറിയിട്ട് മോഡൽ എക്സാം സ്റ്റാർട്ട് ആവുന്ന ടൈമായി. മോഡൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ഇത്ര ടൈം ലിമിറ്റ് വെച്ച് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പം എല്ലാ നീറ്റ് ആസ്പിരൻസിനും ഞങ്ങളുടെ ഓൾ ദി ബെസ്റ്റ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ കൂടെ ഉള്ളത് ഭാവന, എൻ്റെ ക്ലാസ്മേറ്റാണ്. 2023 നീറ്റിൽ കേരള റാങ്ക് 102ഉം ഓൾ ഇന്ത്യ റാങ്ക് 1515 നേടി. ഇപ്പം അവരുടെ നാട്ടിലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ സെക്കൻഡ് ഇയർ MBBS വിദ്യാർത്ഥിയാണ്. അപ്പം ഇനി നീറ്റിന് 4 മാസത്തോളം, ഏകദേശം 100 ദിവസത്തോളമാണ് ബാക്കിയുള്ളത്. അപ്പം ഈ 100 ദിവസം ഒരു നീറ്റ് ആസ്പിരൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഭാവനയോട് ചോദിച്ചറിയാം. ഇനി നീറ്റിന് 100 ദിവസം ബാക്കിയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി 100 ദിവസം ഒരു നീറ്റ് ആസ്പിരൻ്റ് എന്താണ് ചെയ്യേണ്ടത്? സബ്ജക്റ്റ് വൈസ് കോൺസെൻട്രേറ്റ് ചെയ്യണോ, അതോ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യണോ? എന്താണ് സ്ട്രാറ്റജി? അപ്പം നമുക്കിനി 100 ദിവസം ബാക്കിയുണ്ട്. സബ്ജക്റ്റ് വൈസ് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നാളിപ്പം പഠിച്ച് കഴിഞ്ഞു, കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആവുന്നൊരു ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തുടങ്ങണം. ഇനിയിപ്പോൾ 4 മാസമുണ്ട്. ആ ഒരു 1.5 മാസം നമ്മൾ കംപ്ലീറ്റ്ലി എന്തായിരിക്കണം, ഫുൾ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് മുന്നേ ഉള്ള ബാക്കി മാസം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓരോ സബ്ജക്ട്സിന് ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ ചാപ്റ്റേഴ്സിൽ മാക്സിമം ക്വസ്റ്റ്യൻ കവർ ചെയ്യുക. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഇപ്പം ആദ്യത്തെ മോഷൻ്റെ പ്ലെയിൻ ആണെങ്കിൽ അതെടുത്തിട്ട് അതിനകത്തുള്ള മാക്സിമം ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള എല്ലാ കൺസെപ്റ്റ്സും ക്ലിയർ ആവാത്തത് നമ്മളൊന്ന് ടെസ്റ്റ് എടുക്കുക, ആ ഒരു പോർഷൻ വായിക്കുക, എന്നിട്ട് പിന്നെ ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ ബയോളജി ആണെങ്കിൽ എന്നും NCERT വായിക്കുക. അത് വായിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓരോ ചാപ്റ്റർ ആണെങ്കിലും ഇപ്പം ബയോളജി ആകുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും എന്തായാലും 1-2 ചാപ്റ്റർ എന്തായാലും വായിക്കാൻ പറ്റും. അത് വായിക്കുക, കൂടെ ക്വസ്റ്റ്യനും കൂടെ ചെയ്തു പോവുക. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാതെ ചിലവർക്കൊരിതുണ്ട്, ബയോളജി അല്ലേ വായിച്ചുകൊണ്ടിരുന്നാൽ മതി, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ റെഡി ആവുമെന്ന്. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ നമ്മൾ പഠിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും NCERT വായിക്കുന്നതിൻ്റെ കൂടെ ഒപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് പോവുക. ഇനി കെമിസ്ട്രി പറയുമ്പോൾ നമുക്ക് 3 പാർട്ടുണ്ടെന്നറിയാം: ഇനോർഗാനിക്, ഓർഗാനിക്, ഫിസിക്കൽ കെമിസ്ട്രി. ഇനോർഗാനിക് എല്ലാവർക്കും അറിയാം, ഭയങ്കര വോളറ്റൈലാണ്. അതുകൊണ്ട് വായിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് ശരിയാകത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് കുറച്ചും കൂടെ കുറച്ചിട്ടുണ്ട്. P ബ്ലോക്കൊക്കെ ശരിക്കും കുറച്ചു. എന്നാലും ഉള്ളത് നല്ലോണം വായിക്കുക, അതിൻ്റെ ക്വസ്റ്റ്യന് മാക്സിമം ചെയ്യുക. കാരണം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ രജിസ്റ്റർ ആവും നമ്മുടെ തലയിൽ. പിന്നെ അടുത്തത് നമുക്ക് പറയാനുള്ളത് ഓർഗാനിക് ആകുമ്പം മെയിനായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഓരോ ചാപ്റ്റർ വൈസ് എഴുതി വെക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. കാരണം നെയിംഡ് റിയാക്ഷൻ ആയിരിക്കും മിക്കതും നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്നത്. ഈ നെയിംഡ് റിയാക്ഷനിലെ മെക്കാനിസം ഉൾപ്പെടെ ആയിരിക്കും നമുക്ക് ആ മെക്കാനിസം ബേസ്ഡ് ആയിരിക്കും അവർ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ നെയിംഡ് റിയാക്ഷൻ എഴുതി വെക്കുക, അത് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലോണം അത് ഓർമ്മയിൽ വരും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നല്ലോണം ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് വരുന്നത് ഫിസിക്കൽ കെമിസ്ട്രി. അത് പിന്നെ നമുക്കറിയാം, ക്വസ്റ്റ്യൻ ബേസ്ഡ് ആണ്, ഓറിയൻറ്റഡ് ആണ്. കൺസെപ്റ്റ് പഠിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുക, അപ്പോൾ നമുക്ക് അതും കൂടെ ക്ലിയർ ആക്കി കിട്ടും. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഇപ്പം ചിലവർക്ക് ചില ചാപ്റ്റേഴ്സ് കുറച്ച് ഗ്രിപ്പ് കുറവായിരിക്കും. ഇപ്പോൾ സപ്പോസ് ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചിലവർക്ക് നല്ല ടഫായിരിക്കും. ഈ ടൈം കൊണ്ട് അതിനകത്ത് നമ്മൾ ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് ആ ചാപ്റ്റർ നമുക്ക് ഈസി ആകുമെന്ന് നമുക്ക് തോന്നുമല്ലോ. ആ ടൈം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ടൈമിൽ അത് ഫുള്ള് ചെയ്യണം. നമുക്കത് ഈസി ആവുന്ന വരെ തോന്നുന്ന രീതിക്ക് നമ്മളത് ചെയ്തിരിക്കുക. പിന്നെ ബയോളജി വായിക്കുക, ഇതൊക്കെയുള്ളൂ. ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്യുക. പിന്നെ അറിയാത്ത പോർഷൻസ് ഈ സമയം കൊണ്ട് നമുക്ക് നല്ല രീതിക്ക് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം സബ്ജക്റ്റ് വൈസ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ വീക്ക്ലി ടെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടികളൊക്കെ മോഡൽ ടെസ്റ്റ് സീരീസൊക്കെ തുടങ്ങി നിൽക്കുന്ന ഒരു ടൈമായിരിക്കും. ഇനി അവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എക്സാം എഴുതൽ മാത്രമായിരിക്കും. അപ്പം ഒരു നീറ്റ് ആസ്പിരൻറ്റിന് ലാസ്റ്റ് 4 മന്ത്സിലെ ഓരോ മോഡൽ എക്സാംസും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഓരോ മോഡൽ എക്സാമിന് അവരെന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് സ്വന്തം ഒരു ഇതിൽ വരുത്തേണ്ടത്? ഓരോ മോഡൽ എക്സാമിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് പറയും. നമുക്കറിയാം, എക്സാം എഴുതുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ. ഇപ്പോൾ എത്ര വായിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് അത്രയും രജിസ്റ്റർ ആവണമെന്നില്ല നമ്മുടെ ബ്രെയിനിൽ. അപ്പോൾ നമ്മൾ എക്സാം എത്രത്തോളം എഴുതുന്നു അത്രത്തോളം സ്പീഡ് നമുക്ക് വരും, കോൺസെൻട്രേഷനാണ് വരുന്നത്. ഇനിയിപ്പോൾ വീക്കിലി എക്സാം മാറിയിട്ട് മോഡൽ എക്സാം സ്റ്റാർട്ട് ആവുന്ന ടൈമായി. മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാക്റ്റ് ഒരു നീറ്റ് എങ്ങനെയാണ് എഴുതുന്നത്, ആ 3 hours കംപ്ലീറ്റ്ലി നമ്മൾ എഴുതി തുടങ്ങാൻ പോവാം. അപ്പോൾ എന്തായാലും തുടക്കത്തിൽ കുറച്ച് മാർക്ക് ഡൗൺ ആകും. പക്ഷെ അതൊന്നും ആരും കാര്യമാക്കേണ്ട. കാരണം നമ്മുടെ എയിം എന്താ, നീറ്റാണ്. നീറ്റിന് നമ്മൾ എത്രത്തോളം നല്ലോണം പെർഫോം ചെയ്യുന്നു അത് മാത്രം ഓർത്താൽ മതി. ഇപ്പോൾ മാർക്ക് കുറയുകയാണെങ്കിൽ
തെറ്റുന്നത് നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം, എവിടെയാണ് നിങ്ങൾ പഠിക്കാത്തത്, എവിടെയാണ് നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ ആവാത്തതെന്ന് നമ്മൾ തന്നെ അസസ് ചെയ്യുക. കാരണം അത് വേറെ ഇപ്പോൾ ടീച്ചേഴ്സിനോട് പോയി ചോദിച്ചാൽ അവർക്ക് അത് ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല. നമ്മൾ തന്നെ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി കഴിഞ്ഞിട്ട് തെറ്റിയത് എന്താണെന്ന് നമ്മളിരുന്ന് നോക്കുക. എന്നിട്ട് എവിടെയാണ് പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കൺസെപ്റ്റ് വൈസ് ആണ് പ്രശ്നമെങ്കിൽ അത് പോയി ഒന്ന് വായിക്കുക, ആ പോർഷൻ മാത്രം എടുത്ത് വായിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാവും. അല്ലാതെ നമ്മുടെ കോൺസെൻട്രേഷൻ കാരണം പോയതെങ്കിൽ അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ ശ്രദ്ധിച്ചെഴുതുക. ഇനിയിപ്പം സ്പീഡ് പറയുമ്പം ഈ ഒരു 3 hours എഴുതി തുടങ്ങുക. ചിലപ്പോൾ നമ്മൾ എഴുതി തീരണമെന്നില്ല. ഇപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ഇത്ര ടൈം ലിമിറ്റ് വെച്ച് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ബയോളജിക്കൊക്കെ എന്തായാലും എളുപ്പ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 10 സെക്കൻഡൊക്കെ മതിയാവും. ചില ക്വസ്റ്റ്യൻ അത് ചിലപ്പോൾ ഒരു 60 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് എന്തായാലും വേണ്ടി വരും. അപ്പം എളുപ്പം ചെയ്യാൻ പറ്റുന്ന എളുപ്പം ചെയ്തു പോവുക, ഒരു ടൈം ലിമിറ്റിൽ ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര ടൈം കൊണ്ട് നമുക്ക് എത്ര ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇനി മെയിനായിട്ട് പറയേണ്ടതാണ്, ചെയ്യുമ്പോൾ നമുക്ക് തെറ്റും. ആദ്യത്തെ മോഡൽ എക്സാമൊക്കെ ആകുമ്പോൾ നല്ല രീതിക്ക് മൈനസ് വരും. ആ തെറ്റിപ്പോകുന്നതും അറിയാത്തതായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും കുറച്ച് മടിയുള്ള കാര്യമാണ്. തെറ്റിപ്പോയ സാധനം നമ്മൾ നോക്കാൻ നിൽക്കത്തില്ല, നമ്മൾ വേറെ ചെയ്തു തുടങ്ങും, അടുത്ത് ചെയ്യാമെന്നും പറഞ്ഞ് പോകും. പക്ഷേ അങ്ങനെ പോകരുത്. നമുക്ക് ആ തെറ്റുന്ന ഇപ്പോൾ മടി വരുമ്പോൾ ഒന്ന് ഓർത്താൽ മതി, ആ ക്വസ്റ്റ്യൻ നീറ്റിന് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ അതാകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പേടി വരും. അതാകുമ്പോൾ നമ്മൾ പോയി കണ്ടുപിടിച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പം ആ തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങളൊരു സെപ്പറേറ്റ് ബുക്ക് എടുക്കുക. എന്നിട്ട് തെറ്റിപ്പോകുന്നത് അതിനകത്ത് എഴുതി വയ്ക്കുക. അതങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സാധനം അങ്ങ് പിന്നെ മറന്നു പോകത്തില്ല. പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ അത് ഏത് ടൈപ്പ് വന്നാലും നമുക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു തെറ്റിപ്പോകുന്ന സാധനം പുതിയത് പഠിച്ചില്ലെങ്കിലും തെറ്റിപ്പോകുന്ന സാധനം ഇനി കൂടുതലായിട്ട് നോക്കുക. കാരണം തെറ്റിപ്പോകുന്നത് എന്താ, നമുക്ക് ആ പോർഷൻ അറിയാത്തതുകൊണ്ടാണ് നമുക്കത് തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് അത് നല്ലോണം സ്ട്രോങ് ആക്കുക, നല്ലോണം ചെയ്ത് പഠിക്കുക. അതാകുമ്പോൾ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി വയ്ക്കാം. പിന്നെ ഫിസിക്സിനാണെങ്കിൽ പറയുമ്പം ഒരു ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കുക. കാരണം ഇനി നമുക്കൊരു 2 മാസമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഫിസിക്സ് എല്ലാ ചാപ്റ്ററും എടുത്ത് വായിക്കാൻ ടൈമേ കിട്ടത്തില്ല. പക്ഷേ ഈ ഇക്വേഷൻ ബുക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഉള്ള ചാപ്റ്റേഴ്സ് വായിച്ച് വിടാൻ പറ്റും. കാരണം അറിയാം ഫിസിക്സിൻ്റെ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ മതി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുക. അതാകുമ്പോൾ നമുക്ക് എളുപ്പം റിവൈസും ചെയ്യാം. മോഡൽ എക്സാമൊക്കെ ആകുമ്പോൾ ഫിസിക്സ് എന്ന് പറയുമ്പോൾ അറിയാം കുറച്ച് വലുതാണ്. അതുകൊണ്ട് നമ്മൾ നല്ലോണം അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ലോണം മെമ്മറൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം ഒക്കെ സോൾവ് ആക്കാം. ഇനി 100 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പം 100 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളൊക്കെ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറി. അപ്പം അവർ ഇത്രയും കാലം 1-2 കൊല്ലമൊക്കെ നീറ്റിന് വേണ്ടി മാറ്റി വെച്ചു, അവർ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തു. ഈ പ്രഷറെല്ലാം എങ്ങനെയാണ് ആ ഒരു 3 hour ഹാൻഡിൽ ചെയ്യേണ്ടത്? ഹൗ ടു ഹാൻഡിൽ ദാറ്റ് പ്രഷർ ജസ്റ്റ് എന്ന് പറയും. നമുക്കറിയാം നീറ്റാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അപ്പം നമ്മൾ അതിന് പോകുമ്പോൾ എന്തായാലും നല്ല ടെൻഷൻ ഉണ്ടാവും, നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഒന്ന് ഓർക്കുക, നമ്മൾ ഇത്രയും കാലം വർക്ക് ചെയ്തത് ആ 3 hours വേണ്ടിയാണ്. ടെൻഷൻ അടിച്ച് കളയാനാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ടെൻഷൻ ഉണ്ടാവും, നമ്മുടെ എയിമാണ്, നമ്മുടെ ഡ്രീമിലോട്ട് എത്താനുള്ള സ്റ്റെപ്പാണത്. പക്ഷേ ഒന്ന് വിചാരിക്കുക, നമ്മൾ അത്ര കൂളായിട്ടിരുന്നാലേ നമുക്ക് ആ സമയത്ത് പ്രോബ്ലം ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടെൻഷൻ അടിച്ചറിയാം OMR പാറ്റേൺ ആണ്. ടെൻഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ ചെയ്യുന്ന ബബിൾ ഒന്ന് മാറിപ്പോയാൽ പോയി, അവിടെ മാർക്ക് പോയി. അതുകൊണ്ട് ശരിക്കും നമ്മൾ മൈൻഡ് കൂളാക്കി ഇരിക്കുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട. ആ കിട്ടുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, അത്ര കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, അത് മാത്രം ആലോചിക്കുക. എന്നിട്ട് വേറെ ഒന്നും പറ്റി ആലോചിക്കേണ്ട. നമ്മൾ എഴുതുന്നത് നീറ്റാണ്, അതുകൊണ്ട് അങ്ങനെ എഴുതണം, അയ്യോ ഞാൻ നീറ്റ് എഴുതാൻ പോകുന്നത് ഭയങ്കര ടെൻഷനാവുന്നു, അങ്ങനെയൊന്നും വേണ്ട. ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിയെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തെടുക്കുക. എത്രമാത്രം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് അവിടെ ആ ഒരു ക്വസ്റ്റ്യന് അപ്ലൈ ചെയ്യാൻ പറ്റും, അത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് എഴുതുക. അല്ലാതെ വേറെ ഒന്നിനെയും പറ്റി ആലോചിക്കേണ്ട, ഒന്നിനെയും പറ്റി ബോധേഡ് ആവേണ്ട. ആ ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ കറക്റ്റ് ആക്കുക, അത് മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ നമ്മൾ നീറ്റാണ് എഴുതുന്നത്, അയ്യോ ഇനി കിട്ടിയില്ല എന്ത് ചെയ്യും, അങ്ങനെയൊന്നും എഴുതണ്ട. നിങ്ങൾ കിട്ടുമോ കിട്ടാതിരിക്കുക രണ്ടാമത്തെ കാര്യമാണ്. എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. അല്ലാതെ വേറെ ഒന്നിനെയും പറ്റി ചിന്തിക്കാനിരിക്കേണ്ട. അതുകൊണ്ട് ഈ 100 ദിവസം നല്ലോണം പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ആ സമയത്ത് കൂളായിട്ടിരിക്കുക, നല്ലോണം എക്സാം എഴുതുക. അപ്പം 2023 ഇതുപോലൊരു എക്സാമിനേഷൻ ഹാളിൽ ഇരുന്നു, എക്സാം എഴുതി, നല്ല രീതിക്ക് മാർക്ക് മേടിച്ചു. ഇപ്പം നോക്കുമ്പോൾ ഇതാ MBBS സെക്കൻഡ് ഇയർ ലെക്ചർ ഹാളിൽ ഇരിക്കുന്നു. ഈ ഒരു ജേണി എന്തുമാത്രം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നീറ്റ് സ്റ്റോറി പറയാമോ? നീറ്റ് സ്റ്റോറി പറയുമ്പോൾ ഞാൻ റീറിപ്പീറ്റ് ആയിരുന്നു 2023. ഞാൻ +1 +2 ഇൻ്റഗ്രേറ്റഡ് ബാച്ച് ആയിരുന്നു. കോവിഡ് ടൈം അപ്പോഴും പഠിച്ചു. പക്ഷേ നമ്മൾ കോവിഡ് ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ ഹോളിൽ കുറച്ച് ലേറ്റായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത്. ഞാൻ ചെയ്ത് തീർന്നില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് 5 മാർക്കിന് ഗവൺമെൻറ് സീറ്റ് പോയി.
പിന്നെ ഒരു 5 മന്ത്സ് ഉണ്ടായിരുന്നു. കോവിഡ് ആയിരുന്നുകൊണ്ട് നമുക്ക് എക്സാം പെട്ടെന്ന് ലാഗായിട്ട് വരുന്നു. പിന്നെ അടുത്ത എക്സാം 5 മന്ത്സ് ഗ്യാപ്പിലായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്നും കൂടെ നോക്കാം, വിട്ടിട്ട് പോകാൻ തോന്നിയില്ല. അങ്ങനെ ആ ഒരു 5 മന്ത്സ് ഒന്നും കൂടി ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നീറ്റ് ഇവിടെ ക്ലിയർ ചെയ്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് തന്നെ കിട്ടി. കുഞ്ഞിലോട്ടുള്ള ആഗ്രഹമായിരുന്നു ഇവിടെ പഠിക്കണമെന്ന്. അങ്ങനെ ഇവിടെ എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ ആലപ്പുഴ ഇരിക്കുന്നു, ഹാപ്പി. അപ്പം ഇനി വരാൻ പോകുന്ന ഈ 4 മാസം കഴിഞ്ഞിട്ട് എഴുതാൻ പോകുന്ന നീറ്റ് എക്സ്പീരിയൻസിനോട് അവസാനമായിട്ട് എന്തെങ്കിലും വേർഡ് ഓഫ് അഡ്വൈസ് ഉണ്ടോ? ഇപ്പോഴത്തെ മോഡൽ എക്സാംസ് ആണോ അവരുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്? ഇപ്പം മാർക്ക് കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീറ്റ് കിട്ടൂല എന്നാണോ? ജസ്റ്റ് എന്തെങ്കിലും ഒരു അഡ്വൈസ്. ഇപ്പം മാർക്ക് കുറഞ്ഞാൽ നീറ്റ് കിട്ടില്ല എന്ന് അങ്ങനൊന്നുമില്ല. ഇപ്പം ചിലപ്പോൾ മാർക്കുള്ളവർക്ക് ആ സമയത്ത് ടെൻഷൻ അടിച്ച് പോകുന്നവരുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ മാർക്ക് ആരും കണക്കാക്കണ്ട. കൂടിയിരുന്നാൽ സന്തോഷിക്കുക, കുറഞ്ഞിരുന്നാൽ അധികം നമ്മളെന്താ വിഷമിക്കാതെ ഇരിക്കുക. കാരണം ഇപ്പോഴത്തെ കാര്യമില്ല, നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ എക്സാം എഴുതുന്നത്. അല്ലാതെ ഇത് കിട്ടിയാലേ നീറ്റ് കിട്ടുമെന്ന് അങ്ങനത്തെ ഒരു സംഭവമില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ തെറ്റിയാൽ മാർക്ക് കുറഞ്ഞാൽ കുഴപ്പമില്ല, പഠിക്കുക, എന്താണ് തെറ്റുന്നത്, എന്താണ് നമുക്ക് പ്രശ്നമെന്ന് അറിയുക, എന്നിട്ട് നമ്മളത് ചെയ്ത് നോക്കുക. അല്ലാതെ ഇപ്പോഴത്തെ മാർക്ക് കുറവാണെന്നും പറഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കണ്ട. പിന്നെ പഠിക്കുന്ന കാര്യം അത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു. ഇനിയിപ്പോൾ ഉണ്ട്, ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറയാം, നമ്മുടെ വീട്ടുകാർ കട്ട സപ്പോർട്ടാണെങ്കിലും നാട്ടുകാരുടെ കുറച്ച് നമുക്ക് പുറത്തുനിന്ന് പ്രഷർ വരാറുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട, അവരൊക്കെ എന്തോ പറയട്ടെ. പക്ഷേ വീട്ടുകാരെന്തായാലും നമ്മുടെ ഒപ്പം ഉണ്ടാവും. എല്ലാവരും വീട്ടുകാരെന്തായാലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എപ്പോഴും കൂടെ ഉണ്ടാവും, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ഒന്നും നമ്മളെ ബാധിക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ ഡ്രീമിലോട്ടാണ് പോകുന്നത്. അത് നമ്മളും നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമാണ് അതിൻ്റെ കൂടെ ഉള്ളത്. അത് മാത്രം ചിന്തിക്കുക. അതുകൊണ്ട് വേറൊന്നും ചിന്തിക്കാതെ ഹാപ്പി ആയിട്ടിരുന്ന് പഠിക്കുക, നീറ്റ് നല്ലോണം എഴുതുക, ക്ലിയർ ചെയ്തുക. നമുക്ക് കിട്ടാനുള്ളത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റിസൾട്ട് എന്തായാലും കിട്ടും. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും അത് കിട്ടിയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി 4 മാസമുണ്ട്. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. നല്ലോണം പഠിക്കുക. പാരൻസൊക്കെ മോഡൽ എക്സാംസിന് കുട്ടികൾക്ക് മാർക്ക് കുറവാകുമ്പം കൂടെ നിൽക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക. നിങ്ങളുടെ ഓരോ വാക്കും അവരുടെ ഈ ജേണിയിൽ വളരെ ക്രൂഷ്യലാണ്. അപ്പം എല്ലാ നീറ്റ് എക്സ്പീരിയൻസിനും ഞങ്ങളുടെ ഓൾ ദി ബെസ്റ്റ്.